I am Ennemcien. Entrance Physics, Conservation Laws. An object is attached to a vertical spring and slowly lowered to the equilibrium position. Extension of the spring is now D, small letter d. If the same object is attached to the same spring but permitted to fall, what will be the extension of the spring? ആദ്യം ഈ ലോഡ് കൈകൊണ്ട് താങ്ങി പതുക്കെ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് കൊണ്ടുവരിക. സ്പ്രിങ് അപ്പം പതുക്കെ എക്സ്റ്റെൻഡായി വരും. എന്ന് പറഞ്ഞാൽ ലോഡിന് കൈനറ്റിക് എനർജി ഒന്നും കിട്ടുന്നില്ല. നമ്മൾ പതുക്കെ താഴ്ത്തിക്കൊണ്ടിരിക്കുക. അതേസമയം സ്പ്രിങ് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. ഈ ലോഡ് ഇനിഷ്യൽ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. അതിവിടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടില്ല. പക്ഷേ ഈ ലോഡിൻ്റെ വെയിറ്റ് സ്പ്രിങ്ങാണ് താങ്ങേണ്ടത് ഇക്വിലിബ്രിയത്തിൽ. അപ്പോൾ സ്പ്രിങ് എക്സ്റ്റെൻഡ് ആകുമ്പോൾ അതിനകത്തൊരു റെസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഒരു അപ്വേർഡ് ഫോഴ്സ്, ദറ്റ് ഈസ് KX, K into extension. That must be equal to weight of the load. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ K into X ഇവിടെ D ആണെന്ന് പറയുന്നുണ്ട്, സ്പ്രിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ. ദറ്റ് ഈസ് ഈക്വൽ ടു mg. അപ്പോൾ അവിടുന്ന് K കണ്ടുപിടിക്കാം, സ്പ്രിങ് കോൺസ്റ്റൻ്റ്, mg/d. ഇനി ഈ ലോഡ് താഴോട്ട് വീഴാൻ കൈ അങ്ങെടുക്കുക നമ്മൾ. അപ്പോൾ ഇത് പെട്ടെന്ന് വീഴും. അവിടെ സംഭവിക്കുന്നത് ഈ ലോഡിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഈ സ്പ്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ലോഡിന് നഷ്ടപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി സ്പ്രിങ്ങിൻ്റെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. എക്സ്റ്റൻഷൻ ഉള്ള ഒരു സ്പ്രിങ്ങിൻ്റെ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ½ That must be equal to mg into ഇത് വീണ ദൂരം. അപ്പോൾ പുതിയ എക്സ്റ്റൻഷൻ d' ആണെങ്കിൽ ഈ ലോഡ് വീണത് mg_d'. അതതിൻ്റെ നഷ്ടപ്പെട്ട പൊട്ടൻഷ്യൽ എനർജി ലോഡിന്. അപ്പോൾ എക്സ്റ്റൻഷൻ d' ആണല്ലോ. അപ്പോൾ സ്പ്രിങ്ങിന് കിട്ടിയ കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്പ്രിങ് എക്സ്റ്റെൻഡ് ആവുന്നത് കൊണ്ട് അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി ½ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ കേസിൽ mg_d' ലോഡ് താഴോട്ട് വീഴുമ്പോൾ അതിന് നഷ്ടപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഗെയിൻ ഇൻ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സ്പ്രിങ്, ദാറ്റ് ഈസ് ½ into എക്സ്റ്റൻഷൻ സ്ക്വയർ. പുതിയ എക്സ്റ്റൻഷൻ d'². ഇവിടുന്ന് kd², kd' ഒരു d' അങ്ങ് വെട്ടി പോകും. പോയിട്ട് kd' ഈക്വൽസ് 2mg. ഇനി ആ കെയുടെ വാല്യൂ നേരത്തെ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കെയുടെ സ്ഥാനത്ത് mg/d into d' ഈക്വൽസ് 2mg. ഇവിടെ ഒരു 2 വരുമല്ലോ, 2 ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. mg ക്യാൻസൽ ചെയ്യുമ്പോൾ d'/d ഈക്വൽസ് 2 ഓർ d' ഈക്വൽസ് 2d. അപ്പോൾ ആദ്യത്തെ കേസിലെ എക്സ്റ്റൻഷൻ്റെ ഡബിൾ എക്സ്റ്റൻഷൻ ഇപ്പോൾ ഉണ്ടാവും. അതിനകത്ത് ക്വസ്റ്റ്യൻ, എ റെയിൽറോഡ് ഫ്ലാറ്റ് കാർ ഓഫ് വെയ്റ്റ് W can roll without friction along a straight horizontal track. Initially, a man of weight small w is standing on the car which is moving to the right with speed v0. What is the change in velocity of the car if the man runs to the left so that his speed relative to the car is vr, v subscript r?
just before he jumps off at the left end. ഇത് റെയിൽ റോഡ് കാർ, ഇത് റൈറ്റിലോട്ട് പോവുകയാണ് വിത്ത് വെലോസിറ്റി V0. ഇയാൾ ആദ്യം ഇവിടെ നിൽക്കുകയായിരുന്നു റൈറ്റ് എൻഡിൽ. അവിടുന്ന് പാർട്ടി ഇങ്ങോട്ട് ഓടുന്നു. ഇവിടുന്ന് എടുത്ത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് എടുത്ത് ജമ്പ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ വെലോസിറ്റി റിലേറ്റീവ് ടു ദി കാർ ഈസ് VR. എങ്കിൽ ഇതിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണെന്ന് ആ ചോദ്യം. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കണം. ഇവിടെ കാർ മാൻ സിസ്റ്റത്തിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ആ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് മൊമെൻറ്റം ചേഞ്ച് ചെയ്യും. അവൻ ഓടുന്നത് കൊണ്ട് അവൻ മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ ഗെയിൻ ചെയ്ത മൊമെൻറ്റവും കാർ മാൻ സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റവും ഈക്വലായിരിക്കണം. അല്ല ശരിയാവില്ലല്ലോ. ടോട്ടൽ മൊമെൻറ്റം മാറാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് പേരിൻ്റെ ചേഞ്ച് ഇക്വിറ്റി. ഇത് വളഞ്ഞ് ചെയ്യാം, ഇത് എളുപ്പമാർഗ്ഗമായി ഞാൻ പറയാം. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ΔV എന്നിരിക്കട്ടെ. എങ്കിൽ റെയിൽ കാർ മാൻ സിസ്റ്റത്തിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം W. ഇപ്പോൾ വെയിറ്റ് mg പക്ഷേ എല്ലായിടത്തും ഡിനോമിനേറ്റർ W/g ഇവിടെ എടുക്കണ്ട. മാസ് ഇൻറ്റു വെലോസിറ്റി ആ മൊമെൻറ്റം. പക്ഷേ ഇവിടെ W ഇട്ടങ്ങ് ചെയ്യാം. കാരണം എല്ലായിടത്തും നിന്നും G ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. ഇവിടെ g ഉണ്ട്, ഇവിടെ g ഉണ്ട്, ഇവിടെ g ഉണ്ട്. G വെട്ടിപ്പോകും. അപ്പോൾ ഈ W തന്നെ അങ്ങ് ഇട്ടാൽ മതി ഇങ്ങനെയുള്ള കേസിലൊക്കെ. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദി കാർ മാൻ സിസ്റ്റം ഡ്യൂ ടു ഹിസ് റണ്ണിങ് or jumping off the rail car is W plus small w into delta V, where delta V is the change in velocity of the car. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു മൊമെൻറ്റം ഗെയിൻഡ് ബൈ ദി മാൻ. അവൻ്റെ വെലോസിറ്റി റിലേറ്റീവ് ടു ദി കാർ VR ആണെന്ന് പറയുന്നുണ്ട്. അവൻ്റെ മൊമെൻറ്റം അപ്പോൾ സ്മോൾ w ഇൻറ്റു VR. G ശ്രദ്ധിച്ചോണം. G ഇവിടെ ക്യാൻസൽ ചെയ്താലും ഈ W തന്നെ ഇവിടെ കിടക്കും. ഫ്രം വിച്ച് ΔV ഈക്വൽസ് സ്മോൾ w ഇൻറ്റു VR ബൈ W പ്ലസ് സ്മോൾ w. ദാറ്റ് ഈസ് ദി ആൻസർ. Another one. A machine gun fires 50 gram bullets at a speed of 1000 meters per second. The gunner holding the gun can exert an average force of 180 Newton against the gun. Determine the maximum number of bullets he can fire per minute. അപ്പോൾ ഒരു മിനിറ്റിൽ n ബുള്ളറ്റ്സാണ് ഫയർ ചെയ്യുന്നിരിക്കട്ടെ. ഇനിഷ്യലായിട്ട് ഈ ബുള്ളറ്റ്സിൻ്റെ എല്ലാം മൊമെൻറ്റം വെലോസിറ്റി 0 അറ്റ് റെസ്റ്റാണ്. അത് ഫയർ ചെയ്യുമ്പോൾ അതിന് വെലോസിറ്റി 1000 മീറ്റർ പെർ സെക്കൻഡ് കിട്ടുക. അപ്പോൾ ഒരു മിനിറ്റിൽ n ബുള്ളറ്റ്സാണ് ഫയർ ചെയ്യുന്നതിരിക്കട്ടെ. ഒരു ബുള്ളറ്റിൻ്റെ മാസ് m. അപ്പോൾ ഒരു മിനിറ്റിൽ ഫയർ ചെയ്യുന്ന ടോട്ടൽ മാസ് m ഇൻറ്റു n. എങ്കിൽ അതിൻ്റെ മൊമെൻറ്റം മാസിൻ്റെ വെലോസിറ്റി mn ഇൻറ്റു 1000. എങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ യൂണിറ്റ് ടൈം. ഇനിഷ്യൽ മൊമെൻറ്റം 0 ആയിരുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ mn ഇൻറ്റു 1000 തന്നെ. ദാറ്റ് മൈനസ് 0 ഓർ mn ഇൻറ്റു 1000. ഇത് പെർ മിനിറ്റാണ്. അപ്പോൾ ഒരു സെക്കൻഡിലേത് ദിസ് ഡിവൈഡഡ് ബൈ 60. ഇതാണ് അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. mn ഇൻറ്റു 1000 ബൈ 60. n എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ഫയർ ചെയ്യുന്ന ബുള്ളറ്റ്സിൻ്റെ എണ്ണമാണ്. എങ്കിൽ ഒരു ബുള്ളറ്റിൻ്റെ മാസ് m ആണെങ്കിൽ n ബുള്ളറ്റ്സിൻ്റെ മാസ് m ഇൻറ്റു n. അപ്പോൾ അതിന് കിട്ടിയ മൊമെൻറ്റം mn ഇൻറ്റു വെലോസിറ്റി 1000. എങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം എന്ന് പറയുമ്പോൾ ബൈ 60 സെക്കൻഡ്സ് ആണെന്നല്ലോ ഒരു മിനിറ്റ്.
This is nothing but force. Rate of change of momentum is force. That is, m എന്ന് പറഞ്ഞാൽ 50 gram, അതിനെ കിലോഗ്രാമും 50/1000 into n into 1000 by 60 equals F is given to be 180 Newton. ഇവിടുന്ന് n സോൾവ് ചെയ്യാം, 1000 പോകും. But n equals 180 into 60/50. That is 216 bullets per minute. That is the answer. Another one. A shell at rest explodes into 3 pieces. 2 of them, having equal mass, fly off perpendicular to one another with the same speed of 30 meters per second, 30. The third piece has 3 times the mass of each other. What is the direction and magnitude of its velocity immediately after the explosion? ഒരു ഷെല്ല് 3 പീസസ് ആയിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്നു. അത് 2 പീസിന് സെയിം മാസാണ്, സെയിം വെലോസിറ്റിയാണ്. ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് പോകുന്നത് എങ്കിൽ മൂന്നാമത്തെ പീസിന് ഈ ഓരോ പീസിൻ്റെയും 3 ടൈംസ് മാസുണ്ട്. എങ്കിൽ അത് എങ്ങോട്ട് പോകും, എത്ര സ്പീഡിൽ വെലോസിറ്റിയിൽ പോകും, ഇതാണ് കാണേണ്ടത്. ഇവിടെ കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് തുല്യ മാസമുള്ള 2 ഫ്രാഗ്മെൻറ്റ്സ് എം വി മൊമെൻ്റത്തോടു കൂടി മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ പോയി. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് മൊമെൻറ്റം പി ആർ, ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് മിഡിലിൽ കൂടായിരിക്കും, 45 ഡിഗ്രിയിലേ വരത്തുള്ളൂ. ഈ പി ആർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എം സ്ക്വയർ വി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ വി സ്ക്വയർ, അതാണ് റിസൾട്ടൻ്റ്. ദറ്റ് ഈസ് പി ആർ മസ്റ്റ് ബി ഈക്വൽ ടു √2 ഇൻറ്റു എം വി എന്ന് വരും. റൂട്ട് ഓഫ് 2 എം സ്ക്വയർ വി സ്ക്വയർ അല്ലെ √2 എം വി. ദറ്റ് ഈസ് √2 ഇൻറ്റു എം ഇൻറ്റു വി 30 ആണെന്ന് തന്നിട്ടുണ്ട്. ഓരോ ഈ 2 പീസും 30 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും ടോട്ടൽ മൊമെൻറ്റം 0 ആയിരിക്കണം. അട്രസിലായിരുന്നു എക്സ്പ്ലോഷൻ മുമ്പ് ഈ ഷെല്ല്. അപ്പോൾ മൂന്നാമത്തെ ഷെല്ല് ഇതിനെ ക്യാൻസൽ ചെയ്യണം. പി ആറിന് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം മൂന്നാമത്തെ പീസിൻ്റെ മൊമെൻറ്റം. മൂന്നാമത്തെ പീസിൻ്റെ മാസ് 3m ആണ്, അതിൻ്റെ വെലോസിറ്റി വി ഡാഷ് എന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റം 3m വി ഡാഷ്. ദിസ് മസ്റ്റ് ബി ഈക്വൽ in magnitude to PR and opposite in direction. എങ്കിലേ ക്യാൻസലേഷൻ നടക്കത്തുള്ളല്ലോ. അപ്പോൾ നമുക്ക് എന്തോ എഴുതാം, 3m v ഡാഷ് ഈക്വൽസ് പി ആർ. പി ആർ ഈസ് √2 ഇൻറ്റു എം ഇൻറ്റു 30. ഒരു എം അങ്ങ് ക്യാൻസൽ ചെയ്യും. പോയിട്ട് വി ഡാഷ് ഈക്വൽസ് √2 ഇൻറ്റു 30/3. ദറ്റ് ഈസ് 10√2 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് തേർഡ് പീസിൻ്റെ ബിഗർ പീസിൻ്റെ വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ്. ഇനി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ എടുത്താൽ മതി. ദിസ് ഈസ് 180, ദിസ് ഈസ് 45. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് റിസൾട്ടൻ്റ് മിഡിലിൽ കൂടെ പോകൂ. ഇത് 45 പോയിട്ട് ഇത് 180 മൈനസ് 45, ദറ്റ് ഈസ് 135 ഡിഗ്രി. ഇതും 135 ഡിഗ്രിയാണ്. അപ്പോൾ ഡയറക്ഷൻ പറയുമ്പോൾ 135 ഡിഗ്രി വിത്ത് ഐദർ, രണ്ടുമായിട്ടും 135 ഡിഗ്രിയിലേക്കാണ് പോകുന്നത്. ഇത് ഈ തിയറിയും കൂടെ ആപ്ലിക്കേഷൻ മനസ്സിലാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എൻട്രൻസിൽ. താങ്ക് യു.